എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബയോളജിയുടെ ഇന്നത്തെ ടോപ്പിക്ക് രോഗങ്ങളും രോഗകാരികളും പുതിയ SSCRT കേട്ടോ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ലെസൺ ആണ് കേട്ടോ. അതിൽ ഈ രോഗങ്ങളും രോഗകാരികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ 4ാമത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് വേണം 5ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പൊ നല്ലൊരു ക്രോഡീകരണം നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു പഠിച്ചതിന്റെ ആ രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ 4ാമത്തെ ടോപ്പിക് വൈസില് 4ാമത്തത് ഉൾപ്പെടുത്തിയതിൽ 4ാമത്തെ പഠിച്ചിട്ട് 5ാമത്തേലേക്ക് കയറാം കേട്ടോ. അപ്പൊ നമുക്ക് ആ നല്ലൊരു ഒഴുക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറയുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? കമന്റ് ഇടാൻ പോലും മടിയാണ് അല്ലേ? നമുക്ക് അതേപോലെ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ക്ലാസ് തന്നിട്ട് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് അത് വ്യൂസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വ്യൂസ് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ ക്ലാസ് സയൻസിന്റെ ക്ലാസ്സുകൾ തന്നിട്ട് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ എത്രമാത്രം നമുക്ക് മനോവിഷമം ഉണ്ടാവും അല്ലേ? ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട്, നിങ്ങൾ ഓരോരോ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ ഒന്ന് ജസ്റ്റ് ഒരു കമന്റെങ്കിലും നന്ദി എന്നെങ്കിലും ഒന്ന് ഇങ്ങനെ ക്ലാസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. നമുക്കറിയാം ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് അല്ലേ, ഏത്? രോഗങ്ങളും രോഗകാരികളും. അപ്പൊ നമ്മുടെ പുതിയ SSCRT എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെന്താണ്, അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഒരുപാട് അപേക്ഷകൾ നിങ്ങൾ അയച്ചിട്ടുണ്ടാവും അല്ലേ? ആ എല്ലാ എക്സാമും ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, VFA, ബിവ്കോ, അതേപോലെ കമ്പനി LGS, എല്ലാത്തിലേക്കും ഒരേപോലെ ഉപകാരമായിട്ടുള്ള ക്ലാസ്സുകളാണ്. പരമാവധി പ്രയോജനപ്പെടുത്തി സയൻസിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നേടാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. സാംക്രമിക രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ് ഈ സാംക്രമിക രോഗങ്ങൾ പകരുക? കാരണം ഇതിന് മുന്നത്തെ ക്ലാസ് കാണാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. മലിനമായ ഭക്ഷണം, മലിനമായിട്ടുള്ള ജലം, വായുവിലെ കണികകൾ, ചുമ, തുമ്മൽ, നേരിട്ടുള്ള സമ്പർക്കം, പ്രതല സമ്പർക്കം വഴിയോ, എലി, കൊതുക്, നായ തുടങ്ങിയ രോഗാണുവാഹകരായ ജന്തുക്കൾ വഴിയോ രോഗാണുക്കൾ സംക്രമിക്കുന്നു. അപ്പൊ സാംക്രമിക രോഗങ്ങൾ പകരുന്നത് ഇതെല്ലാം വഴിയാണ്. ഇനി മനുഷ്യരിൽ രോഗാണുക്കളായി വർത്തിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് നമ്മളെ മനുഷ്യ ശരീരങ്ങളിൽ രോഗാണുക്കളായിട്ട് മാറുന്നത്? 1 ബാക്ടീരിയ വരും, 2 വൈറസ് വരും, 3 ഫംഗസ്, 4 പ്രോട്ടോസോവ. ഈ 4 പഠിച്ചു വെക്കണം. ഈ 4 മനുഷ്യരിൽ രോഗാണുക്കളായിട്ട് വർത്തിക്കുന്ന സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്? ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുകയും അവ പുറത്തുവിടുന്ന ടോക്സിനുകൾ എന്ന് പറയുമ്പോൾ വിഷാംശം എന്നാണ് കേട്ടോ, ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലത് കോശസ്തരത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ബാക്ടീരിയ ചെയ്യുന്ന പ്രവൃത്തി. ഇനി വൈറസ് എന്താ ചെയ്യുക? ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞതാണ്. അപ്പൊ ഇത് അവിടെ നിന്ന് ഒരു ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. ഇതിങ്ങനെ ചോദിച്ചതാണ്, ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്ന സൂക്ഷ്മജീവി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വൈറസ് ആണ് കേട്ടോ. ഇനി ഫംഗസ് എന്താണ്? ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് ബാധിക്കുകയോ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നത് ഫംഗസ് ആണ്. ഫംഗസ് മനസ്സിലാകുന്നുണ്ടോ? ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് ബാധിക്കും അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക ചെയ്യും. ഇതാണ് ഫംഗസിന്റെ ഡ്യൂട്ടി. ഇനി പ്രോട്ടോസോവയോ? ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളിൽ പെരുകി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കൾ, അതായത് ടോക്സിനുകൾ പുറത്തുവിടുന്നു. അപ്പൊ 4ന്റെയും വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ബാക്ടീരിയ രോഗങ്ങളായ ക്ഷയം, എലിപ്പനി, വ്യാപന രീതി, ലക്ഷണങ്ങൾ മുതലായവ കാണിക്കുന്ന ഒരു പട്ടികയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ക്ഷയം, എലിപ്പനി? അത് പഠിച്ചു വെക്കണം. ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ക്ഷയവും എലിപ്പനിയും. അതിലെ രോഗകാരി, ക്ഷയത്തിന്റെ രോഗകാരി പഠിച്ചു വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയം പകർത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇനി എങ്ങനെയാണ് അത് പകരുന്നത്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായുവിലൂടെ എത്തുന്ന കണികകളിലൂടെയാണ് പകർച്ചാരീതി.
ഇനി ബാധിക്കുന്ന ഭാഗം പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ്. കൂടാതെ വൃക്ക, അസ്ഥി, മസ്തിഷ്കം എന്നിവയെയും ക്ഷയം ബാധിക്കുന്നു. ഇനി എന്താണ് ലക്ഷണങ്ങൾ? നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ചിലപ്പോൾ കഫത്തിൽ രക്തം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ? നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് എലിപ്പനി? എലിപ്പനിയുടെ ബാക്ടീരിയ ഏതാണ്? അത് ലെപ്റ്റോസ്പൈറയാണ്. ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. എലിപ്പനിയുടെ ബാക്ടീരിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എലിമൂത്രം കലർന്ന വെള്ളത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണിലെയോ മൂക്കിലെയോ ശ്ലേഷ്മ സ്തരത്തിലൂടെയോ ആണ് ഈ അസുഖം പകരുന്നത്. അത് വൃക്ക, കരള്, ശ്വാസകോശങ്ങൾ. ഓക്കെ, ബാധിക്കുന്നത് എവിടെയൊക്കെയാണ്? വൃക്കയെയും കരളിനെയും ശ്വാസകോശത്തെയുമാണ്. പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശിവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ട്യൂബർകുലോസിസ് പകർത്തുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതെന്ന് ചോദിച്ചാൽ അത് ലെപ്റ്റോസ്പൈറയാണ്. ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഇനി നോക്കിക്കേ, ക്ഷയം പ്രതിരോധിക്കാനുള്ള ചികിത്സ ഏതാണ്? അത് BCG വാക്സിനേഷൻ ആണ്. ഒന്നിലേറെ ആന്റിബയോട്ടിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ദീർഘകാല ചികിത്സാ രീതി ആണ് ഏത്? ഡോട്ട്സ് ചികിത്സാ രീതി. അപ്പോൾ ക്ഷയത്തിനുള്ള 2 ചികിത്സാ രീതി പഠിച്ചു വെക്കണം. ഒന്ന് വന്നിട്ട് BCG വാക്സിനേഷൻ, ജനന സമയത്ത് തന്നെ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, ജനന സമയത്ത് തന്നെ BCG വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്ഷയ ചികിത്സയിൽ വരുന്നതാണ് ഒന്ന് BCG യും 2 ഡോട്ട്സും. BCG-യും ഡോട്ട്സും. ഓക്കെ ആണല്ലോ. ഇനി പ്രതിരോധ മരുന്നുകൾ ചികിത്സയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ അല്ലെ? ചികിത്സയ്ക്ക് എന്താണ്? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് എലിപ്പനിക്കും ആണ് കേട്ടോ. അവിടെ പഠിച്ചല്ലോ. ഇനി നമുക്ക് T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്ന ഈ വൈറസിനെ തിരിച്ചറിയുക. ഇതുണ്ടാക്കുന്ന അവസ്ഥ എന്താണ്? ഓക്കെ, T ലിംഫോസൈറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. B ലിംഫോസൈറ്റുകളും T ലിംഫോസൈറ്റുകളും നമ്മൾ 4ാമത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ ആ T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്നത് കണ്ടതൊക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാട്ടോ. ബയോളജിയിലത്തെ 5ാമത്തെ ലെസൺ എടുത്തിട്ട് ഫ്രണ്ടിൽ വെക്കുക. ഫ്രണ്ടിൽ വെച്ച് ഓണാക്കിയ ശേഷം നമ്മുടെ ക്ലാസ്സുകൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട്, അതായത് അതിൽ നിന്നുള്ള ഒരു ചെറിയത് എത്രയുള്ള ഒരു വേർഡ് പോലും വിട്ടിട്ടില്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലുള്ളത് വിട്ടിട്ടില്ല. അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതിങ്ങനെ പഠിച്ചു പോയാൽ സയൻസും എല്ലാ ടോപ്പിക്കും ഞാൻ ഇതുപോലെ എടുത്തു തരാം കേട്ടോ. എല്ലാ മേഖലയും നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ SCRT എടുത്തു തരാം കേട്ടോ. ഇനി T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്ന ഈ വൈറസിനെ തിരിച്ചറിയുക. അതുണ്ടാകുന്ന അവസ്ഥ അത് ഏതാണ്? T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്ന വൈറസ്? HIV വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഈ വൈറസ് മൂലമാണ് എയ്ഡ്സ് ഉണ്ടാകുന്നത്. അപ്പൊ T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്ന വൈറസ് ഏതാണ്? HIV വൈറസ് ആണ്. T ലിംഫോസൈറ്റ് അല്ലെ? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അല്ലെ T ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ആണല്ലോ അല്ലെ? B ലിംഫോസൈറ്റ് ഉണ്ട് അല്ലെ? B ലിംഫോസൈറ്റ് എന്താ? അസ്ഥിമജ്ജയിലാണ് കാണപ്പെടുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്ന വൈറസ് HIV വൈറസ് ആണ്. ഇതുണ്ടാക്കുന്ന അവസ്ഥ എന്താണ്? എയ്ഡ്സ് ആണ് കേട്ടോ. HIV വൈറസ് ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. വൈറൽ രോഗങ്ങളായ, ഇനി വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് എയ്ഡ്സ്, നിപ്പ. അവയുടെ വ്യാപന രീതി, ലക്ഷണങ്ങൾ മുതലായവ കാണിക്കുന്ന പട്ടികയാണ്. അതിൽ എയ്ഡ്സിനെയും നിപ്പയെ കുറിച്ച് നമ്മൾ നേരത്തെ ബാക്ടീരിയ രോഗങ്ങൾ 2 പഠിച്ചു അല്ലെ? എലിപ്പനിയും എലിപ്പനിയും ഏതാ പഠിച്ചത്? ക്ഷയവും പഠിച്ചു. ഇനി നമുക്ക് വൈറസ് രോഗങ്ങളായിട്ടുള്ള എയ്ഡ്സ്, നിപ്പയും. എയ്ഡ്സിന്റെ ഫുൾ ഫോം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് കേട്ടോ എയ്ഡ്സ്, നിപ്പ. അപ്പൊ നമുക്ക് രോഗകാരി നോക്കിയാലോ? എയ്ഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. എയ്ഡ്സിന്റെ രോഗകാരി HIV ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV ഫുൾ ഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പകർച്ചരീതി എന്താ? ലൈംഗിക ബന്ധത്തിലൂടെ സൂചികളും സിറിഞ്ചുകളും പങ്കിടുന്നതിലൂടെ HIV അടങ്ങിയ രക്തമോ അവയവമോ സ്വീകരിക്കൽ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. ഈ 3 രീതിയിലൂടെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലൈംഗിക ബന്ധത്തിലൂടെ സൂചികളും സിറിഞ്ചുകളും പങ്കിടുന്നതിലൂടെ HIV അടങ്ങിയിട്ടുള്ള രക്തമോ അവയവമോ സ്വീകരിക്കൽ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം പകരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? T ലിംഫോസൈറ്റുകളെ ബാധിച്ചിട്ട് അവയെ നശിപ്പിക്കുകയും അവയുടെ ജനിതക
പാരിസ്ഥിതിക സംവിധാനം ഉപയോഗിച്ചിട്ട് പെരുകുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ലിംഫോസൈറ്റുകളെയാണ് HIV ബാധിക്കുന്നത്? ടി ലിംഫോസൈറ്റുകളെയാണ്. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? തൈമസ് ഗ്രന്ഥിയാണ്. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ടി ലിംഫോസൈറ്റുകളെ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ബി ഒക്കെ ഓപ്ഷൻ വരും, അത് ശ്രദ്ധിക്കണം. ടി ലിംഫോസൈറ്റുകളാണ്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? പ്രാഥമിക ലക്ഷണങ്ങൾ മറ്റ് വൈറൽ രോഗങ്ങൾക്ക് സമാനമെങ്കിലും പ്രതിരോധ ശേഷി കുറയുമ്പോൾ മാരകമായ രോഗങ്ങൾ ബാധിച്ചേക്കാം. ഇനി അതിനുള്ള ചികിത്സ, അതിനെ എങ്ങനെ പ്രതിരോധിക്കണം? പൂർണ്ണമായി ഭേദമാക്കാനുള്ള മരുന്ന് ഇല്ല. എയ്ഡ്സിനെ പൂർണ്ണമായി ഭേദമാക്കാനുള്ള മരുന്ന് ഇന്നും ഇല്ല. എന്നാൽ ART-യിലൂടെ വൈറസിന്റെ പെരുകൽ നിയന്ത്രിക്കാം. എന്താ ART? ആന്റി റിട്രോ വൈറൽ തെറാപ്പി. ART-യുടെ ഫുൾ ഫോം എന്താണ്? ആന്റി റിട്രോ വൈറൽ തെറാപ്പിയിലൂടെ വൈറസിന്റെ പെരുകൽ നിയന്ത്രിക്കാം. അപ്പൊ എയ്ഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ? എന്നാൽ നമുക്ക് നിപ്പ വൈറസിനെ കുറിച്ച് നോക്കാം. പഴന്തേനി വവ്വാലുകളിലൂടെ നേരിട്ടും പന്നികളിലൂടെയും രോഗമുള്ളവരിൽ കാണാം അല്ലേ? പിന്നെ പനി, തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നീ പ്രാരംഭ ലക്ഷണങ്ങൾ പിന്നീട് സ്ഥലകാല ബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം ഉണ്ടാവാം. അപ്പൊ ഇതിനുള്ള മരുന്നോ? ആന്റിവൈറൽ മരുന്നുകളോ വാക്സിനോ ഇതിനെതിരെ ഇല്ല അല്ലേ? നമ്മളിപ്പോ COVID-19 ആണെങ്കിൽ വാക്സിൻ കണ്ടുപിടിച്ചു. പക്ഷേ നിപ്പയ്ക്ക് എന്താ? ഒരു ആന്റിവൈറൽ മരുന്നോ വാക്സിനോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എയ്ഡ്സിന്റെയും നിപ്പയുടെയും രണ്ട് ഡിഫറൻസ് ആണ്. രണ്ടും പഠിക്കണം. ആ എയ്ഡ്സിൽ വരുന്നതാണ് ടി ലിംഫോസൈറ്റ് എന്ന് പഠിക്കണം. എയ്ഡ്സിന് കാരണമായ രോഗകാരി HIV ആണെന്ന് പഠിക്കണം. HIV-യുടെ ഫുൾ ഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ചോദിച്ചിട്ടുണ്ട്. എയ്ഡ്സിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. എയ്ഡ്സിന്റെ ചികിത്സാ രീതി ART ആണ്. ആന്റി റിട്രോ വൈറൽ തെറാപ്പിയിലൂടെയാണ് വൈറസിന്റെ പെരുകൽ നിയന്ത്രിക്കാം എന്നും കൂടിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എയ്ഡ്സ് ബാധിതരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെ ആയിരിക്കണം? എയ്ഡ്സ് ബാധിതരോട് സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കണം. ഇത് സാധാരണ സമ്പർക്കത്തിലൂടെയോ ഭക്ഷണം പങ്കിടുന്നതിലൂടെയോ മറ്റോ പകരുന്നതല്ല. സമൂഹത്തിൽ അവർ അപമാനിതരാവരുത്. അതിന് നമ്മൾ ഓരോരുത്തരും മുൻകരുതൽ. നെക്സ്റ്റ് വൺ ഫംഗസ് രോഗങ്ങളായിട്ടുള്ള റിംഗ് വേമും കാൻഡിയാസിസിന്റെയും വ്യാപന രീതി നമുക്ക് നോക്കാം. അതിൽ റിംഗ് വേം നോക്കിക്കേ, കണ്ടോ? നമ്മുടെ ശരീരത്തില് ഇതുണ്ടോ ഒരു വട്ടച്ചൊറി എന്ന് പറയും അല്ലേ? എങ്ങനെയാ? ഇതിനങ്ങനെയാണ് പറയാ കേട്ടോ. ഇനി കാൻഡിയാസിസ് നോക്കിക്കേ, അതേപോലെ രണ്ടിന്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ അസുഖങ്ങൾ കേട്ടോ. ഇനി എങ്ങനെയാ പകർച്ചാരീതി? രോഗബാധിതരിൽ നിന്നും സ്പർശനത്തിലൂടെ അടക്കം വരും കേട്ടോ. സമ്പർക്കം വഴി, മലിനമായ വസ്തുക്കളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്നും. ലക്ഷണങ്ങൾ വൃത്താകൃതിയിലുള്ള ചുവന്ന പാട്, ചൊറിച്ചില്. ഇതൊക്കെ റിംഗ് വേമിന് ഉദാഹരണമാണ്. ഇതൊരു ഫംഗസ് രോഗമാണ്. ഇനി കാൻഡിയാസിസ് എന്താ? നേരിട്ടുള്ള സമ്പർക്കം, ലൈംഗിക ബന്ധം, വസ്ത്രങ്ങൾ പങ്കിടുന്നതിലൂടെയും എന്ത് വരും? കാൻഡിയാസിസ് വരും. വായിൽ വെളുത്ത പാടുകൾ അല്ലേ? നാക്ക് നോക്കുന്ന സമയത്ത് കാണാം വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചില്, മങ്ങിയ കട്ടിയുള്ള നഖങ്ങൾ. എന്താണ്? ഇതൊക്കെ കാൻഡിയാസിസിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇനി പ്രോട്ടോസോവ രോഗങ്ങളായ മലമ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം കാണിക്കുന്ന പട്ടികയാണ്. പ്രോട്ടോസോവ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് മലമ്പനിയും അമീബിക് മസ്തിഷ്ക ജ്വരം. ഇവിടെ ഫംഗസ് രോഗം, റിംഗ് വേമും കാൻഡിയാസിസും കേട്ടോ. അപ്പൊ പ്രോട്ടോസോവ രോഗമായിട്ടുള്ള മലമ്പനിയെ കുറിച്ചിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചും നോക്കാം. രോഗാണു, മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാ? പ്ലാസ്മോഡിയം ആണ് കേട്ടോ. പകർച്ചാരീതി അനോഫിലസ് പെൺകൊതുകുകൾ വഴിയാണ് പെരുകുന്നത്. ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ പഠിക്കണം. എപ്പോഴും ഈ പെൺകൊതുകുകള് ചോദിക്കാറുണ്ട്. ക്യൂലെക്സ് കൊതുകുകള്, അനോഫിലസ് പെൺകൊതുകുകൾ അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഏതിനെയാണ്? RBC ആണ് നശിപ്പിക്കുന്നത് അല്ലെ? ഏതിനെയാണ്? RBC ആണ്, രക്തകോശങ്ങളെയാണ് നശിപ്പിക്കുന്നത്. അവിടെ WBC വരും. ചുവന്ന രക്തകോശങ്ങളെ, അരുണ രക്താണുക്കളെ, റെഡ് ബ്ലഡ് സെല്ല്. ഇതട്ടെ, അത് മൂന്നും എന്താ? ഒന്നാണ് അല്ലെ? അപ്പൊ ഈ ചുവന്ന രക്താണുകോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഏത്? ഈ പ്ലാസ്മോഡിയം എന്ന രോഗാണുവായിട്ടുള്ള പ്രോട്ടോസോവ എന്ന് പറയുന്നത്. അതുപോലെ അനോഫിലസ് പെൺകൊതുക് കേട്ടോ. ഇനി ലക്ഷണങ്ങൾ എന്താ? ഇടവിട്ടിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം. ഇതൊക്കെ എന്താ? മലമ്പനിയുടെ ലക്ഷണങ്ങളാണ്. മലമ്പനി എന്ന് പറയുന്നത് മലേറിയ. ഓക്കെ, അവിടെ രണ്ടും ഒരേതാണെന്ന് കണക്കാക്കണം. ഇനി ഇതിനുള്ള പ്രതിരോധ ചികിത്സ എന്താണ്? കൊതുക് നിയന്ത്രണവും അതുപോലെ ആന്റി മലേറിയൻ മരുന്നുകളുമാണ് കേട്ടോ. ആന്റി മലേറിയൻ മരുന്നുകൾ കേട്ടോ.
ഇനി എന്താ അമീബിക് മസ്തിഷ്ക ജ്വരം? ഇത് ഈ അടുത്ത് നടന്ന എക്സാമിന് എല്ലാം ഈ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് നടന്ന എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഈ ഒരു ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ള രോഗാണു ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നെഗ്ലേറിയ ഫൗലേറി ആണ് കേട്ടോ. നെഗ്ലേറിയ ഫൗലേറി ത്രൂ വാട്ടർ ഇൻ ടു ദി നോസ് ആൻഡ് പാത്തോജൻസ് റീച്ച് ബ്രെയിൻ. കേട്ടോ എങ്ങനെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്നത്? നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടില്ലേ, വെള്ളത്തില് മലിനമായ ജലത്തിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിന് കാർന്ന് തിന്നുന്ന ഒരു രോഗാണു എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? അതേതാണ്? നെഗ്ലേറിയ ഫൗലേറി ആണ്. കെട്ടിക്കിടക്കുന്നതോ സമ്മർദ്ദമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കുക. കണ്ടോ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോയി മുഖം കഴുകരുത്. അതുപോലെ ശുദ്ധമല്ലാത്തമായ ജലാശയങ്ങളിൽ കളിക്കുന്നത് മുഖം കഴുകുന്നതും ഒക്കെ ഒഴിവാക്കുക. അത് നമ്മളുടെ മൂക്കിലൂടെയും വെള്ളം കുടിക്കുന്നതിലൂടെയും ഒക്കെ ഈ ബാക്ടീരിയ പോകും. അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഇപ്പൊ മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു അല്ലെ? പത്രങ്ങളിലൊക്കെ നമ്മൾ വാർത്ത. വിരശല്യത്തിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും 2 പരാതങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് കൃമിയും ഉരുണ്ട വിരയുമാണ്. അവ ശരീരത്തിൽ എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നഖം കടിക്കുക, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, മലിനമായ ജലം കുടിക്കുന്നതിലൂടെയാണ് കേട്ടോ. ഇനി അത് തടയാൻ എന്താ ചെയ്യേണ്ടത്? ആൽബെൻഡാസോൾ ഗുളികകൾ ഫലപ്രദമാണ്. നമുക്ക് അങ്കനവാടികൾ വഴി ഈ ഗുളികകൾ കിട്ടും. ഏതാണ്? ആൽബെൻഡാസോൾ. ഇത് പഠിക്കണേ. ആൽബെൻഡാസോൾ ഗുളിക ഫലപ്രദമാണ്. ഇനി വിരമുക്ത ദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ക്ഷീണം, ഉത്സാഹക്കുറവ്, ഏകാഗ്രത കുറവ്, പോഷകാഹാരക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി മുതലായവയ്ക്ക് കാരണമാകുന്ന വിരബാധയെക്കുറിച്ച് ബോധവാന്മാരെ ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിരയുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകും. ഇനി ചുവന്ന രക്തകോശങ്ങളെ, അതായത് RBCയെ ബാധിച്ച് അവയെ നശിപ്പിക്കുകയും പെരുകുകയും ചെയ്യുന്ന ഒരു പ്രോട്ടോസോവയാണ് ഏത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ചുവന്ന രക്തകോശങ്ങളെ ബാധിച്ച് അവ നശിപ്പിക്കുകയും പെരുകുകയും ചെയ്യുന്ന ഒരു പ്രോട്ടോസോവ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം RBC കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈലേറിയൻ വിരബാധിയായ മന്ത് രോഗത്തിന്റെ പകർച്ചാരീതിയും ലക്ഷണങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, മന്തിനെ കുറിച്ച്. രോഗകാരി ഏതാണ്? ഫൈലേറിയൻ വിരകളാണ് കേട്ടോ. ഏതാണ്? ഫൈലേറിയൻ വിരകൾ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഫൈലേറിയൻ വിരകൾ എന്താകും? മന്ത് രോഗത്തിന് കാരണമാകും. പകർച്ചാരീതി ക്യൂലെക്സ് പെൺകൊതുകൾ. അതൊന്ന് പഠിക്കണേ. മന്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ക്യൂലെക്സ്. നമ്മൾ അവിടെ അനോഫിലസ് പഠിച്ചില്ലേ? ഇവിടെ ക്യൂലെക്സ് പെൺകൊതുകാണ് കേട്ടോ. നമ്മൾ ക്യൂലെക്സ് ആൺകൊതുക് പറയരുതേ, അതൊരു പെണ്ണാണ്. നമ്മൾ ക്യൂൻ എന്ന് പറയില്ലേ? ക്യൂൻ എന്ന് പറയുന്ന രാജ്ഞിയല്ലേ? ക്യൂൻ എന്ന് പറയുമ്പോൾ രാജ്ഞിയല്ലേ? അപ്പൊ ക്യൂ എന്ന് പറയുമ്പോൾ തന്നെ അത് പെൺകൊതുകാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പെൺകൊതുകുകൾ വഴി പെരുകുന്നു. അതുപോലെ വിരകളുടെ ലാർവകൾ രക്തത്തിൽ പ്രവേശിച്ച് വളരുകയും ലിംഫ് വാഹികളിൽ എത്തി തങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ ലിംഫിന്റെ സാധാരണ ഒഴുക്ക് തടസ്സപ്പെടുകയാണ്. അപ്പൊ ഈ മന്തിന് കാരണമാകുന്നതും എന്താണ്? വിരകളാണല്ലേ? കാല് തടിച്ചു കൊഴുത്തൊരവസ്ഥ വരും. അപ്പൊ ഏത് വിരയാണ്? ഫൈലേറിയൻ വിരയാണ്. അത് ഈ ക്യൂലെക്സ് പെൺകൊതുകൾ വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ രോഗകാരി പെരുകുന്നത്. അപ്പൊ ഈ വിരകളുടെ ലാർവകൾ എന്ത് ചെയ്യും? നമ്മുടെ രക്തത്തിലൊക്കെ പ്രവേശിച്ചിട്ട് വളർന്ന് നമ്മുടെ ലിംഫ് വാഹികളിലൊക്കെ എത്തി അതൊക്കെ അവിടെ തങ്ങി നിന്ന് ലിംഫിന്റെ സാധാരണയായിട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാ? കാലുകൾ, കൈകൾ, ജനനേന്ദ്രിയങ്ങൾ മുതലായ ശരീരഭാഗങ്ങളിൽ ലിംഫ് അടിന് അമിതമായി വീങ്ങിയിട്ട് എന്താകും? വലുതാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ കാലിൻ്റെത്? ഇനി ഈ കൊതുകുകളെ തിരിച്ചറിയുക. ഓരോന്നും പരത്തുന്ന ഒരു രോഗത്തിന്റെ പേര് പറയുക. അപ്പൊ ഇവിടെ A തന്നിട്ടുണ്ട്. A ആണ്. ഇതാണ് ഒരു പിക്ചർ തന്നിരിക്കുന്നുണ്ടോ? അതാണ് അനോഫിലസ് കൊതുക് കേട്ടോ. മലമ്പനിക്ക് കാരണമായിട്ടുള്ള മലമ്പനി അല്ലെങ്കിൽ മലേറിയ അല്ലേ? മലമ്പനിയിലെ മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? അനോഫിലസ് കൊതുകാണ് കേട്ടോ. മലമ്പനി. ഇനി ക്യൂലെക്സ് കൊതുക് എന്താ? മന്താണ് കേട്ടോ. ക്യൂലെക്സ് കൊതുക് ഏതാണ്? മന്ത്. അവിടെ ഇതാണ് ക്യൂലെക്സ് കൊതുക്. കേരളത്തിൽ കണ്ടുവരാറുള്ള പ്രധാനപ്പെട്ട കൊതുകുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ, മലമ്പനി, മന്ത്, സിക്ക, ജാപ്പനീസ് എൻസഫലൈറ്റിസ്. അപ്പൊ കൊതുകുകൾ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്, കൊതുക് മൂലം വരുന്ന അസുഖങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ, മലമ്പനി, മന്ത്, സിക്ക, ജാപ്പനീസ് എൻസഫലൈറ്റിസ്. ഇനി എന്താണ് ക്യാൻസർ? അതിനുള്ള കാരണം എന്താണ്? ചികിത്സാ രീതി നോക്കാം കേട്ടോ. എന്താണ്? അസാധാരണവും അനിയന്ത്രിതവും
മൃദുവുമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി, ഇതങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് പെരുകി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി ക്യാൻസറിനുള്ള കാരണങ്ങൾ: ജനിതക മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, വൈറസ് ബാധ, ജീവിതശൈലി മുതലായവ. ഇതൊക്കെ എന്താണ്? ക്യാൻസറിന് കാരണമാകും. കോശ വിഭജന പ്രക്രിയയിലൂടെ നിയന്ത്രണ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രക്തത്തിലൂടെയും ലിംഫിലൂടെയും ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇനി ചികിത്സ: ശസ്ത്രക്രിയയുണ്ട്, കീമോതെറാപ്പിയുണ്ട്, വികിരണ ചികിത്സയുണ്ട്, റേഡിയേഷൻ ചെയ്യാറില്ലേ, ഇമ്മ്യൂണോതെറാപ്പി, അതുപോലെ ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി തുടങ്ങിയവ. ചിലപ്പോൾ ചോദ്യം തരും, ടാർഗറ്റഡ് തെറാപ്പി ഏത് രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് എന്ന് ചോദിക്കും. ടാർഗറ്റഡ് തെറാപ്പി ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പൊ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചികിത്സാ രീതികൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയുക? ഒന്ന് ശസ്ത്രക്രിയ വരാം, കീമോതെറാപ്പി വരും, വികിരണ ചികിത്സ, അതുപോലെ ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി മുതലായവയാണ്. ഇനി ക്യാൻസർ ഒഴികെയുള്ള പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ജീവിതശൈലി രോഗം. അത് പകരോ? ഇല്ല. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം BP ട്ടോ, അതുപോലെ ഹൃദ്രോഗങ്ങൾ. ഇത് ജീവിതശൈലി രോഗങ്ങൾക്ക്. എല്ലാം പ്രീവിയസ് ആണ്, ഞാൻ ഓരോന്ന് പറയുന്നില്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രമേഹം ഏതാ? ടൈപ്പ് 2 പ്രമേഹമാണ് കേട്ടോ. അതേപോലെ അമിതമായ രക്തസമ്മർദ്ദം BP, ഹൃദ്രോഗങ്ങൾ. എന്തൊക്കെയാണ് കാരണം? ഇതുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും? വ്യായാമക്കുറവ് ഈ അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പൊ നന്നായിട്ട് തന്നെ വ്യായാമം അല്ലേ. അതുപോലെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ഉപയോഗം, പൊണ്ണത്തടി, മാനസിക സമ്മർദ്ദം, ഇതൊക്കെ ഈ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഇനി തൊഴിൽജന്യ രോഗങ്ങൾ എന്താ? സിലിക്കോസിസ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് സിലിക്കോസിസ്. സിലിക്ക അടങ്ങിയ പൊടി സ്ഥിരമായിട്ട് ശ്വസിക്കല് അല്ലെ. അപ്പൊ സിലിക്ക ഫാക്ടറികളിൽ എന്ത് ചെയ്യും? ജോലി ചെയ്യുന്നവർക്കാണ് ഈ സിലിക്കോസിസ് വരുന്നത്. ഇനി സ്വയം പ്രതിരോധ വൈകല്യം, അതായത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. സ്വന്തം പ്രതിരോധ കോശങ്ങളാൽ തരുണാസ്ഥിക്കും സൈനോവിൽ സ്ഥലത്തിനും കേടുപാടുകൾ വരുന്നത്. അതായത് നമ്മുടെ സ്വയം പ്രതിരോധ വൈകല്യം പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന അസുഖമാണ് ഏത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇനി പോഷണ വൈകല്യങ്ങൾ, അനീമിയയും ഗോയിറ്ററും. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ വൈറ്റമിൻ കുറവ് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് അനീമിയയും ഗോയിറ്ററും. അനീമിയ ന്യൂനമായ പോഷണ ഇരുമ്പിന്റെ അയണിന്റെ കുറവ് കൊണ്ടാണ് അനീമിയ രോഗത്തിന് കാരണമാകുന്നത്. ഗോയിറ്റർ അയഡിന്റെ കുറവും കേട്ടോ. അയണിന്റെ കുറവ് അനീമിയ, അയഡിന്റെ കുറവ് എന്താണ്? ഗോയിറ്ററും ട്ടോ. ഇനി പാരമ്പര്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. അവയുടെ താരതമ്യം നോക്കാം. സിക്കിൾ സെൽ അനീമിയ കാരണം ഹീമോഗ്ലോബിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമെന്ന്. അനീമിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു അയണിന്റെ കുറവാണ് എന്ന് പറഞ്ഞു. അപ്പൊ സിക്കിൾ സെൽ അനീമിയ പറഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീന് തകരാറ് സംഭവിക്കുമ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ എന്ന അസുഖത്തിന് കാരണമാകുന്നത്. ലക്ഷണങ്ങൾ: ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിൽ ആകുന്നു. RBC ഉണ്ടോ? അപ്പൊ ഇവിടെ രക്തകോശം RBC തന്നിട്ടുണ്ട്. അത് ഈ അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറും. RBC ചുവന്ന രക്തകോശങ്ങൾ അരിവാളിന്റെ രൂപത്തിലേക്ക് ആകുകയും ഓക്സിജൻ വാഹക ശേഷി കുറയുകയും രൂപമാറ്റം വന്ന രക്തകോശങ്ങൾ തങ്ങി നിന്ന് ലോമികകളിലെ രക്തപ്രവാഹം തടയുകയും ചെയ്യുന്നു. ഇനി ഹീമോഫീലിയ എന്താ? രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ്. അതാണ് ഹീമോഫീലിയ എന്ന ജനിതക പാരമ്പര്യ രോഗത്തിന് കാരണമാകുന്ന ഹീമോഫീലിയയുടെ ലക്ഷണം എന്താണ്? എങ്ങനെയാ പകരുന്നത്? എങ്ങനെയാ ഈ അസുഖത്തിന് കാരണമാകുന്നത്? രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനിന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ് മൂലമാണ്. ഇവിടെ ഹീമോഗ്ലോബിന്റെയാണ് സിക്കിൾ സെൽ അനീമിയ. ഇവിടെ എന്താണ്? രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനിന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറാണ് ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്നത്. ഇനി ഹീമോഫീലിയയുടെ ലക്ഷണം: രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീൻ ഇല്ലാതാവുമ്പോൾ ചെറിയ മുറിവുകളിൽ നിന്ന് പോലും രക്തം കട്ടപിടിക്കാതെ അമിതമായിട്ടുള്ള രക്തസ്രാവമാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ചെറിയ മുറിവ് ഉണ്ടായി വെക്കുക, നമ്മൾ എന്താ നിലക്കില്ല, രക്തം വന്നുകൊണ്ടേയിരിക്കും, കട്ടപിടിക്കില്ല, അമിതമായിട്ട് രക്തം പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ എന്താ? ഹീമോഫീലിയയുടെ ലക്ഷണങ്ങളാണ്. ഇനി നമ്മുടെ രാജ്യത്ത് പ്രചാരമുള്ള ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്? ആയുർവേദ ചികിത്സയുണ്ട്, യുനാനി ചികിത്സയുണ്ട്, ഹോമിയോ
ഹോമിയോപ്പതിയുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രം എന്നൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് പ്രചാരമുള്ള ചികിത്സാ രീതി. അതിൽ ആയുർവേദം, ഇന്ത്യയിലാണ് ആയുർവേദം ഉദയം ചെയ്തത്. ആഹാര രീതിയിലൂടെയും ഹെർബൽ മരുന്നുകളിലൂടെയും വ്യായാമം എന്നിവയാണ് ഇവയുടെ സന്തുലനം നിലനിർത്താൻ ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സസ്യ ജന്തുജന്യ വസ്തുക്കൾ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവാരാണ്? ചരകനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആയുർവേദത്തിന് തുടക്കം കുറിച്ചതാരാ? ചരകനാണ്. ഇനി ഹോമിയോപ്പതിയോ? ജർമ്മൻ ഡോക്ടർ സാമുവൽ ഹനുമാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സാമുവൽ ഹനുമാൻ ആണ് ജർമ്മൻ ഡോക്ടറാണ് ഹോമിയോപ്പതിക്ക് തുടക്കം കുറിച്ചത്. രോഗം തടയുന്നതിന് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന പ്രകൃതിദത്ത പദാർത്ഥങ്ങളുടെ നേർപ്പിച്ച ഡോസുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഇനി ആധുനിക വൈദ്യശാസ്ത്രം. ഗ്രീക്ക് വൈദ്യനായ ഹിപ്പോക്രാറ്റസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിപ്പോക്രാറ്റസ് ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. ഗ്രീക്കുകാരനാണ് കേട്ടോ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ തിരുത്തുകയും രോഗകാരികൾ, രോഗനിർണയം, മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ ചികിത്സയ്ക്കായി നിരവധി സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട്. രോഗനിർണയ രീതികളിൽ ശരീര പരിശോധന, ലാബ് പരിശോധന, രോഗലക്ഷണങ്ങളുടെ വിലയിരുത്തൽ എന്നിവ ഉൾപ്പെടുന്നു. ചികിത്സാ രീതികളിൽ ഔഷധത്തിന്റെ ഉപയോഗം, ശസ്ത്രക്രിയ, അവയവ മാറ്റിവെക്കൽ, രക്തനിവേശനം, റേഡിയേഷൻ തെറാപ്പി മുതലായവ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സക്കായിട്ട് പിന്തുടരുന്ന രീതികൾ അത് എന്തൊക്കെയാന്ന് നോക്കാം. രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? രോഗലക്ഷണങ്ങൾ വിലയിരുത്തണം. നമ്മുടെ ശരീരം പരിശോധിക്കും, ലാബ് പരിശോധനകൾ വഴി. ഇനി ചികിത്സ എന്താണ്? ഔഷധങ്ങൾ തരും, ശസ്ത്രക്രിയ ചെയ്യും, അവയവങ്ങൾ മാറ്റിവെക്കും, റേഡിയേഷൻ തെറാപ്പി. ഇതൊക്കെ എന്താണ്? അതിന്റെ ചികിത്സാ രീതികളാണ്. ഇനി രോഗനിർണയത്തിന് ഉപയോഗിക്കാറുള്ള ചില ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റെതസ്കോപ്പ് നമുക്കറിയാം, ഡോക്ടറുടെ കഴുത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ശരീര അവയവങ്ങളുടെ ശബ്ദ വ്യതിയാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. സ്റ്റെതസ്കോപ്പ് ആണ് കേട്ടോ. ഓക്കെ, ശരീരാവയവങ്ങളുടെ ശബ്ദ വ്യതിയാനം മനസ്സിലാക്കാൻ, ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ആമാശയത്തിന്റെയും ഒക്കെ. ഇനി സ്വിഗ്മോ മാനോമീറ്റർ എന്താ? രക്തസമ്മർദ്ദം അളക്കാനാണ്. ഇതൊരു ഉപകരണം കണ്ടിട്ടില്ലേ? കയ്യിൽ നമ്മൾ BP അളക്കാൻ നോക്കാറില്ലേ? ഇനി എന്താ പറയാ? സ്വിഗ്മോ മാനോമീറ്റർ ആണ്. ഇനി ഡിജിറ്റൽ BP അപ്പാരറ്റസ്, രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഒരു ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഇനി ഇവിടെ പൾസ് ഓക്സിമീറ്റർ, ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ, വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ. രക്തത്തിലെ ഓക്സിജൻ നാച്ചുറൈസേഷൻ ലെവലും ഹൃദയമിടിപ്പിന്റെ നിരക്കും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി തെർമോമീറ്റർ എന്താ? ശരീരത്തിന്റെ താപനില അറിയുന്നതിന്. എല്ലാ ആരോ മാർക്കിട്ട് വെച്ചിട്ട് ശ്രദ്ധിക്കണേ, ശരീരത്തിന്റെ താപനില അറിയാനാണ്. എൻഡോസ്കോപ്പ് എന്താ? എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എൻഡോസ്കോപ്പ് ചെയ്യണം പറയില്ലേ. ശരീര അറകളുടെയും അവയവങ്ങളുടെയും ദൃശ്യ പരിശോധനയ്ക്ക്, അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ കോയിലിറക്കിയിട്ട് നോക്കൂല, അപ്പൊ എല്ലാ അവയവങ്ങളുടെയും പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പ്. ഇനി US, CT, MRI സ്കാനറുകൾ, ആന്തര അവയവങ്ങളുടെ തകരാറ് കണ്ടെത്താനാണ് CT സ്കാനും MRI സ്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് കേട്ടോ US. ഇനി ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ചില നോക്കിക്കേ സ്പെഷ്യലൈസേഷനുകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം അല്ലെ, കാർഡിയോളജി, ഹൃദയത്തിന്റെ ചികിത്സയ്ക്ക് അല്ലെ, ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കാണ് കാർഡിയോളജി. ചോദിക്കാറുണ്ട്, എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് കാർഡിയോളജി? ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ്. യൂറോളജി എന്താ? മൂത്രാശയ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്കാണ്. നെഫ്രോളജി എന്താ? വൃക്കരോഗ ചികിത്സയ്ക്കാണ്. ഗൈനക്കോളജി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമുള്ള ചികിത്സയാണ്. ന്യൂറോളജി നാഡീരോഗ ചികിത്സയ്ക്കാണ്. ENT എന്താ? ഇയർ, നോസ്, ത്രോട്ട് അല്ലെ, ചെവി, മൂക്ക്, തൊണ്ട രോഗങ്ങൾക്കുള്ള ചികിത്സ. പീഡിയാട്രിക്സ് കുട്ടികളുടെ രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ്. ഇനി ജനറൽ മെഡിസിൻ ഉണ്ട് അല്ലെ, വിവിധ രോഗങ്ങളുടെ പ്രതിരോധത്തിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ്. ഇനി രോഗ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചു വരുന്ന വിവിധ തരം മരുന്നുകൾ ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്കുകൾ ഉണ്ട്, ആന്റി വൈറൽ മരുന്നുണ്ട്, ആന്റി ഫംഗൽ മരുന്നുണ്ട്, പിന്നെന്താണ്? ആന്റിബോഡികൾ ഉണ്ട്, ആന്റി ഹെൽമിൻത്ത് മരുന്നുകളുണ്ട്, വിരകൾക്കെതിരെ കേട്ടോ, എന്നിവ ഉപയോഗിക്കുന്നു. പനി കുറയ്ക്കാൻ ആന്റിപൈററ്റിക് മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. പനി കുറയ്ക്കാനായിട്ട്, ചൂട് കുറയ്ക്കാനായിട്ട്, ശരീരത്തിന്റെ താപനില കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? ആന്റിപൈററ്റിക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ് ആന്റിബയോട്ടിക്? വിരകൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിക്കും കേട്ടോ. ആന്റി ഹെൽമിൻത്ത് ആണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ് ആന്റിബയോട്ടിക്? നമുക്ക് നോക്കാം. സൂക്ഷ്മജീവികളിൽ നിന്നോ കൃത്രിമമായോ നിർമ്മിക്കുന്നതും ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഔഷധമാണ് ആന്റിബയോട്ടിക്. നമ്മൾ പനിയൊന്നും പോയിട്ട് 2 ദിവസം നോർമലായിട്ട് മരുന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആന്റിബയോട്ടിക് കഴിക്കണം പറയും അല്ലേ. അപ്പൊ സൂക്ഷ്മജീവികളിൽ നിന്നോ കൃത്രിമമായോ നിർമ്മിക്കുന്നതും ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായ ഔഷധമാണ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ മരുന്നുകളാണെങ്കിലും അവയുടെ യുക്തിരഹിതമായ ഉപയോഗം ദോഷകരമാണ്. എന്തുകൊണ്ടാണ്? ആന്റിബയോട്ടിക് ഉപയോഗം, അമിതമായ ഉപയോഗം നിർത്തണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ പ്രാധാന്യം നേടിയതാണ് അല്ലെ.
ആന്റിബയോട്ടിക് മരുന്ന് ഹോസ്പിറ്റലിൽ പോയി എന്താണ് നേരിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ തരില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം. അത് എന്താണ് കാരണം? ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയവും അമിതമായ ഉപയോഗം ചില പാർശ്വഫലങ്ങൾക്ക് കാരണമാകാം. വയറിളക്കം, ഛർദി ഉണ്ടാകും, വയറുവേദനയ്ക്ക് കാരണമാകും, അതേപോലെ അലർജി, കരളിനും വൃക്കകൾക്കും കേടുപാട് സംഭവിക്കും, കുടലിലെ എങ്ങനെയാണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ ദഹന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ അല്ലെ, അലർജി, അതുപോലെ കരളിനും വൃക്കകൾക്കും കേടുപാടുകൾ സംഭവിക്കും, കുടലിലെ ഉപകാരി ബാക്ടീരിയയുടെ നാശത്തിലൂടെ ആന്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് സംഭവിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ കാരണങ്ങളാണ് ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം കൊണ്ട്. ഇനി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയിലെ സങ്കീർണത എന്താണ്? ബാക്ടീരിയകളിൽ ഉണ്ടായേക്കാവുന്ന ആന്റിബയോട്ടിക് പ്രതിരോധം ചികിത്സയെ കൂടുതൽ അപ്പൊ നമ്മൾ രോഗങ്ങളും രോഗകാരികളും മനുഷ്യരിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജന്തു രോഗങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കുളമ്പ് രോഗം, ആന്ത്രാക്സ്, അകിടുവീക്കം, കോഴിവസന്ത. കുളമ്പ് രോഗം വൈറസ് രോഗത്തിന് കാരണമാകുന്നതാണ്. വൈറസ് രോഗമാണ്. കോഴിവസന്തിയും വൈറസാണ്. അതിൽ വസ എന്നുള്ളത് തന്നെ ഈ സൈയും ഒക്കെ എടുക്കുക കേട്ടോ. കോഴിവസന്ത വൈറസ് രോഗമാണ്. കുളമ്പ് രോഗവും വൈറസാണ്. ആന്ത്രാക്സും അകിടുവീക്കവും ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതൊക്കെ കന്നുകാലികളിൽ വരുന്നതാണ് കേട്ടോ. കോഴിവസന്ത പിന്നെ കോഴിയിലും താറാവിലും. പിന്നെ ഇതൊക്കെ പ്രതിരോധിക്കാൻ ഏതാണ്? വാക്സിനുകളാണ് കേട്ടോ. 4നും വാക്സിൻ തന്നെയാണ് പ്രതിരോധം. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. കുളമ്പ് രോഗം പ്രീവിയസ് ആണ്, വൈറസ് രോഗകാരിയാണ്. അതുപോലെ തന്നെ കോഴിവസന്തിയും വൈറസാണ്. ആന്ത്രാക്സും അകിടുവീക്കം ബാക്ടീരിയ രോഗമാണ് പഠിക്കുക. ഇനി ജന്തുക്കൾക്കുള്ളതുപോലെ സസ്യങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങളുണ്ടോ? വ്യക്തമാക്കുക. ഉണ്ട് അല്ലെ. സസ്യങ്ങളിലും അസുഖങ്ങൾ വരും, അതിനെ പ്രതിരോധിക്കാനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നടപടി ചെയ്യാറുണ്ട് അല്ലെ. രോഗകാരികളെ പ്രതിരോധിക്കാൻ സസ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കേ. ദൃഢമായ കോശഭിത്തി, പുറംതൊലി, മെഴുക് ആവരണം എന്നിവ രോഗാണുപ്രവേശനം തടയുന്നു. സസ്യങ്ങളില് എങ്ങനെയാണ് സസ്യങ്ങൾ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നത്? ദൃഢമായിട്ടുള്ള കോശഭിത്തി ആണ് അല്ലെ ഇതിന്, സസ്യങ്ങൾക്ക്. അതുപോലെ സസ്യങ്ങളുടെ പുറംതൊലി, സസ്യങ്ങളിലുള്ള മെഴുക്ക് ആവരണം രോഗാണുക്കളെ പ്രവേശിക്കുന്നത് തടയുന്നു. ആന്റി മൈക്രോബിയൽ പദാർത്ഥങ്ങൾ രോഗാണുക്കളെ കൊല്ലുകയോ വളർച്ച തടയുകയോ ചെയ്യുന്നു. ആന്റി മൈക്രോബിയൽ പദാർത്ഥങ്ങൾ രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കുന്ന എൻസൈമുകൾ എന്തിലുണ്ട്? സസ്യങ്ങളിലുണ്ട്. രോഗം പടരുന്നത് തടയാനായി രോഗബാധയേറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ചു പോകുന്നു. ഒരു ഭാഗത്തെ രോഗകാരികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ മറ്റു കോശങ്ങളിലേക്ക് സൂചന ലഭിക്കുന്നു. കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ കാലോസ് എന്ന പോളിസാക്കറൈഡിന്റെ വ്യാപനം തടയുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ആണ്. ഇനി സസ്യവിളകളെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് വഴുതനയുടെ വാട്ടം അല്ലെ. വഴുതനയുടെ വാട്ടം എന്താ? അതൊരു ബാക്ടീരിയ രോഗത്തിന് കാരണമാകാണ്. ഇളം ഇലകൾ പെട്ടെന്ന് വാടിപ്പോകുന്നു. ക്രമേണ ഇലകൾ മഞ്ഞ നിറമാകുകയും വളർച്ച മുരടിക്കുകയും ശാഖകൾ കുറയുകയും ചെയ്യും. അപ്പൊ ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണമാണ് വഴുതനയുടെ വാട്ടം. ഇനി കുരുമുളകിന് സംഭവിക്കുന്നതാണ് ദ്രുതവാട്ടം. അത് ഫംഗസ് ആണ്. ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകൾ, ഇലകൾ കൊഴിയുകയും പെട്ടെന്ന് വാടുകയും ചെയ്യുന്നു. ഇനി നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബ്ലൈറ്റ് കേട്ടോ. ബാക്ടീരിയ രോഗമാണ്. അത് ബ്ലൈറ്റ് ബാക്ടീരിയ. ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളിക്കുത്തുകൾ, നെന്മണികളിലും പുള്ളിക്കുത്തുകൾ ഉണ്ടാകുന്നത് നെല്ലിന്റെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമാകുന്നതാണ്. ഇനി വാഴയുടെ കുറുനാമ്പ് വൈറസ് രോഗമാണ് കേട്ടോ. ഇലകൾ നീളവും വീതിയും കുറഞ്ഞ് കുറുകി കുത്തനെ ഉയർന്നു നിൽക്കുന്നു, വളർച്ച മുരടിക്കുന്നു. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം വൈറസിനാണ്. തുടക്കത്തിൽ ഇലകളിൽ ഇളം മഞ്ഞ നിറമുള്ള പാടുകൾ, ഇവ ക്രമേണ വെള്ള നിറമാകുകയും വളർച്ച മുരടിക്കുകയും കിഴങ്ങിന്റെ വലിപ്പം കുറയുകയും ചെയ്യുന്നു. ഇനി തെങ്ങിന്റെ കൂമ്പ് ചീയല് ഫംഗസ് രോഗകാരിയാണ്. ഇളം ഇലകൾ മഞ്ഞ നിറമാകുകയും കൂമ്പ് വാടി താഴേക്ക് പോകുകയും ചെയ്യുന്നു. അപ്പോൾ വഴുതനയിൽ സംഭവിക്കുന്ന രോഗം വാട്ടമാണ്. കുരുമുളകില് ദ്രുതവാട്ടം, നെല്ലില് ബ്ലൈറ്റ്, വാഴയുടെ കുറുനാമ്പ്, മരച്ചീനിയില് മൊസൈക്ക്, തെങ്ങില് കൂമ്പ് ചീയല് കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ, പഠിച്ചു വെക്കണേ. ബ്ലൈറ്റ് രോഗം ഏതിനെ ബാധിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. നെല്ല് ദ്രുതവാട്ടം കുരുമുളകിലാണ്, വാട്ടം സംഭവിക്കുന്നത് വഴുതനയിലാണ്, കുറുനാമ്പ് രോഗം വാഴയിലാണ്, മൊസൈക്ക് രോഗം മരച്ചീനിയിലാണ്, കൂമ്പ് ചീയല് തെങ്ങിലാണ്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ തെങ്ങ് നമ്മൾക്കറിയാം. ഒരു തെങ്ങ് നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചേ. അതിന്റെ താഴെയല്ലേ കുറേ തെങ്ങില് കുരുമുളക് വെച്ചിട്ടുണ്ടാവും അല്ലെ. തെങ്ങും കുരുമുളകും. അപ്പൊ തെങ്ങും അതുപോലെ തന്നെ കുരുമുളകും ഏതിനാണ്? ഫംഗസ് ആണ് കേട്ടോ. തെങ്ങും കുരുമുളകും സങ്കല്പിച്ചോ, അത് ഫംഗസിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഇനി തെങ്ങിന്റെ കൂമ്പ് തൂങ്ങി വീഴുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? കൂമ്പ് ചീയലാണ് കേട്ടോ. കൂമ്പ് ചീയലാണ്. ഇനി ഇവിടെ നോക്കിക്കേ, തെങ്ങിന്റെ കൂമ്പ് തൂങ്ങി വീഴുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്?
കൂമ്പ് ചീയല്. രണ്ട് വിളകൾ വാടിപ്പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഒന്ന് ബാക്ടീരിയ മൂലവും മറ്റൊന്ന് ഫംഗസ് മൂലവുമാണ്. വഴുതനങ്ങയിലെ വാട്ടവും കുരുമുളകിന്റെ ദ്രുതവാട്ടവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്? വഴുതനങ്ങയിലെ വാട്ടത്തിൽ ഇളം ഇലകളുടെ ക്രമേണയുള്ള മഞ്ഞ നിറമാവലും വളർച്ച മുരടിപ്പും കാണിക്കുന്നു. കുരുമുളകിലോ ഇലകളിലും തണ്ടിലും നനഞ്ഞ പാടുകൾ വന്ന് ഇലകൾ കൊഴിഞ്ഞ് ചെടി പെട്ടെന്ന് വാടുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ രോഗങ്ങളും രോഗകാരികളും നമ്മൾ മനുഷ്യനിൽ പഠിച്ചു, സസ്യങ്ങളിൽ പഠിച്ചു, ജന്തുക്കളിൽ പഠിച്ചു. മനസ്സിലാവുന്നുണ്ടോ? 10ാം ക്ലാസ്സിലെ 5ാമത്തെ ലെസണിലാണ് ഇതിന്റെ ഫുള്ളും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ലെസൺ ഒന്നും ഇങ്ങനെ വായിച്ചു നോക്കുക. ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടില്ല, അത് വേറെ കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ഈ വിലയിരുത്തലും ചോദ്യങ്ങളും ഒക്കെ ഇല്ല, അതൊക്കെ ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്ലാസ്? എന്താണ്? നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് പാതി വഴിക്ക് ഇത് നിർത്തേണ്ടി വരും. ഇത് വെറുതെ ഇത്രയും നല്ല ക്ലാസ്സുകൾ ഒരു വ്യൂസും ഇല്ലാണ്ട് വെറുതെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.